പക്ഷേ ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് ഈ 11 വർഷം പൂർത്തീകരിച്ച ജെയിംസ് ചേട്ടന് എല്ലാവിധ ആശംസകളും നേരുവാണ്. അതെന്താ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ദിവസം കുടിക്കാതിരിക്കാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടവരാണ് നമ്മൾ. പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർ, എൻ്റെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അന്ന് ആ ഒരു ദിവസം ഒന്നെങ്കിൽ കൊച്ചിൻ്റെ മാമോദീസയോ അല്ലെങ്കിൽ വല്ല സഹോദരൻ്റെ കല്യാണമോ എന്തെങ്കിലും ഒരു വിശേഷ ദിവസമായിരിക്കും, അന്നൊരു ദിവസം കുടിക്കരുത് മനുഷ്യനെ എന്ന് വളരെ വിനയപൂർവ്വം കാല് പിടിച്ച് നമുക്ക് അവളോട് അപേക്ഷിച്ചിട്ടുണ്ട് പലപ്പോഴും. അന്ന് സംഭവിക്കുന്നത് മിക്കവാറും അന്ന് ഉച്ചയ്ക്ക് തന്നെ ഫ്ലാറ്റാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ 1 വർഷം കുടിക്കാതിരുന്നു, അല്ലെ 2 വർഷം കുടിക്കാതിരുന്നു, അല്ലെ 10 വർഷം കുടിക്കാതിരുന്നു എന്ന് പറയുമ്പം അസാധ്യമായ ഒരു കാര്യം, ഒരിക്കലും അസാധ്യമാണ് എന്ന് കരുതിയിരുന്ന ഒരു കാര്യം നമ്മൾ സാധ്യമാകുമ്പോൾ അതൊരു ആഘോഷമാക്കി മാറ്റും. മറ്റുള്ളവർ അതിന് പ്രസക്തിയുണ്ട്, ആ ആൾക്കും അതിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്തത്. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ കുടിച്ച് ഓവറായി പോയ ഒരാളാണ്. കാരണം നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് കുടി നിർത്തേണ്ടി വരുമായിരുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ ഞാൻ കുടിക്കാൻ തുടങ്ങി, ഒരു 10-16 വയസ്സുള്ളപ്പോൾ, എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം. അപ്പോൾ അന്ന് ആദ്യം കുടിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ജിജ്ഞാസയിൽ നിന്നുണ്ടായ ഒരു കാര്യമാണ്. അത് മനുഷ്യൻ്റെ സഹജമായ ഒരു കാര്യമാണ്, ഒരു ജിജ്ഞാസ. ഒരു റിസ്ക് ഫാക്ടർ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. കാരണം അത്തരം ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒരു ആവേശം തോന്നാറുണ്ട്. അപ്പോൾ ആദ്യത്തെ കുടി അങ്ങനെയാണ്. പക്ഷെ രണ്ടാമത് കുടിച്ചത് അങ്ങനെ വെറുതെ കുടിച്ചതൊന്നുമല്ല, ഞാൻ ആലോചിച്ചിട്ടും തീരുമാനിച്ച് ഉറച്ച് കുടിച്ചതാണ്. കാരണം ഞാൻ വിചാരിച്ചതിനകത്ത് ഞാൻ എൻ്റെ അപ്പനെ പോലെ വിവരമില്ലാത്ത ആളോ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളോ ഒന്നുമല്ല. ഞാൻ സൽസ്വഭാവിയാണ്, എനിക്ക് സ്കൂളിൽ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാനൊരിക്കലും ഒരു കുടിയനാകാനുള്ള ഒരു സാധ്യതയില്ല. സമൂഹത്തിൽ കുടിയന്മാരായ ആളുകളെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, വഴി കിടക്കുന്നവരും വഴക്കുണ്ടാക്കുന്നവരും. അങ്ങനെയൊന്നും എനിക്ക് സംഭവിക്കുകയില്ല എന്നുള്ളൊരു ഉറപ്പിൻ്റെ മുകളിലാണ് രണ്ടാമത് കുടിച്ചത്. വീണ്ടും കുടിക്കണമെന്ന് തോന്നാൻ പാകത്തിൽ ഒരു അനുഭൂതി എൻ്റെ തലയിൽ ആദ്യം കുടിച്ചപ്പോൾ തന്നെ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് കുടിച്ചത്. അപ്പം അത് വീണ്ടും കുടിക്കുന്നതിൽ നിന്ന് എന്നെ അന്ന് സാമാന്യ ബുദ്ധിക്കോ അല്ലെങ്കിൽ എനിക്ക് അന്നുണ്ടായിരുന്ന വിവരത്തിനോ സാമൂഹ്യ ബോധത്തിനോ കുടുംബത്തോടുള്ള കടപ്പാടുകളോ ഒന്നും ബാധകമായിരുന്നില്ല. ഒന്നും തന്നെ എന്നെ വീണ്ടും കുടിക്കുന്നതിൽ നിന്ന് തടയാൻ പര്യാപ്തവുമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും കുടിച്ചു. ജോലി കിട്ടിക്കഴിഞ്ഞപ്പം സ്ഥിരമായിട്ട് കുടിക്കാൻ തുടങ്ങി. കല്യാണം കഴിച്ച ഒരു 3 വർഷം കഴിഞ്ഞപ്പം എന്നോട് കുടി നിർത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുടി നിർത്താൻ പറ്റില്ല, പറയുകയാണെങ്കിൽ നമുക്ക് മരിച്ചു കളയാൻ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുടി എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലെ ശീലിച്ചു പോയ ഒരു കാര്യമാണ്, അതെനിക്ക് നിർത്താൻ പറ്റിയല്ല. പക്ഷെ കല്യാണം കഴിച്ചു പോയില്ലേ, അപ്പം എന്നോട് ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, അങ്ങനെയായിരുന്നു പിന്നെ നീ കുടിച്ചാൽ മതിയായിരുന്നല്ലോ, നിനക്ക് കുടിക്കാനാണ് പിന്നെ നീ പെണ്ണ് കിട്ടേണ്ട കാര്യമില്ലായിരുന്നല്ലോ, ഇപ്പം കുടിക്കുന്നവരെന്തിനാ ഇപ്പോൾ കല്യാണം കഴിക്കേണ്ട കാര്യമില്ല, കുടിച്ചാൽ മാത്രം മതിയെങ്കിൽ അത് മതിയായിരുന്നല്ലോ. അപ്പം അതൊരു ചെറിയൊരു കാര്യമുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്താണെങ്കിലും ഒരു കല്യാണം കഴിച്ചൊരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാനൊരു കുടി നിർത്താൻ ഒത്തിരി ശ്രമങ്ങൾ നടത്തി. കുറച്ച് ധ്യാനത്തിന് പോയി, പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടർ എനിക്ക് കുറച്ച് മരുന്നൊക്കെ തന്നു. അതുകൊണ്ടൊന്നും കുടി എനിക്ക് നിർത്താൻ സാധിച്ചില്ല. അങ്ങനെ അവസാനം ഞാനൊരു ഈ മദ്യപാന രോഗത്തിനും പ്രത്യേകമായിട്ട് ചികിത്സിക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് പോകേണ്ടി വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിട്ടല്ല, എനിക്കങ്ങനെ കുടി നിർത്തണമെന്നുള്ള ഒരു ആഗ്രഹമോ ഒരു ഉദ്ദേശമോ അന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് 36 വയസ്സേ ആയിട്ടുള്ളൂ. കാരണം ഞാൻ അങ്ങനെ കുടിച്ച് വഴി കിടക്കുന്ന ആളൊന്നും അല്ല. ഞാൻ കുടിച്ച് ജോലിക്ക് പോയിട്ടില്ല, സ്വത്തൊന്നും ഞാൻ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. ഒരുമാതിരി കുടിച്ചാലൊന്നും ഞാൻ അങ്ങനെ വേവിച്ച് നടക്കുകയൊന്നുമില്ല. കാരണം എനിക്ക് പൊക്കം കുറവായത് കാരണം ഞാൻ അങ്ങനെ വേവിക്കുകയൊന്നുമില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കുടി നിർത്തേണ്ട സമയമായി എന്ന് എനിക്കൊരു തോന്നലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ചികിത്സിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതിനെ വല്ലാതെ മാനസികമായിട്ട് അതുമായി പൊരുത്തപ്പെടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ മറ്റു നിർവാഹമില്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്തു. അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പം വേറെ ആരും അവിടെ രോഗികളായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്നോട് അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്നൊരു സ്ഥാപനമാണ്, ഒരാളെ ആയിട്ടൊന്നും ചികിത്സിക്കാൻ പറ്റിയല്ലാന്ന് പറഞ്ഞു. നീ മനസ്സായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാനൊരു നുണ പറഞ്ഞു, മനസ്സായിട്ടാന്ന് പറഞ്ഞു. കാരണം ഞാൻ മനസ്സായിട്ട് ചെന്ന ആളൊന്നും അല്ല. അപ്പം ഞാനവരോട് പറഞ്ഞു, ഒരു ആളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് വായിക്കാൻ പുസ്തകം തന്നാൽ മതി. ഞാനങ്ങനെ മലയാളം വായിക്കുന്ന ആളല്ല, ഞാൻ ഇംഗ്ലീഷ് പുസ്തകം ഞാൻ വായിക്കും എന്നുള്ളതൊരു ശരിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങ് ഇംഗ്ലീഷ് തറവൊന്നുമല്ല. പക്ഷെ മലയാളം ഞാൻ വായിക്കുകയൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു സിസ്റ്ററോട് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് ബുക്ക് വായിക്കാൻ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പം, ഞാനവിടെ ചെന്ന് അഡ്മിറ്റായി ഒരു 4 ദിവസം കഴിഞ്ഞപ്പം എനിക്കൊരു പുസ്തകം എടുത്തു തന്നു, ഒരു നീല കവറുള്ളൊരു പുസ്തകം. എന്നോട് പറഞ്ഞു ഇത് വായിച്ചോളാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നാണ്. പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഞാൻ കുടി നിർത്താൻ വേണ്ടി വന്ന ആളല്ലേ, ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുടിയന്മാർ വായിക്കേണ്ട പുസ്തകമല്ലേ, ഞാൻ കുടി നിർത്താൻ വന്നയാളല്ലേ. അതാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ഒരു ഇംപ്രഷൻ. എന്നാണ് ഞാൻ ആ പുസ്തകം മറിച്ചു നോക്കി, ഡോക്ടറുടെ മുഖവര ഞാൻ അങ്ങനെ പുസ്തകത്തിൻ്റെ വായിക്കാറില്ല സാധാരണഗതിയിൽ.
പിന്നെ ഞാൻ കണ്ടത് ഡോക്ടറുടെ അഭിപ്രായമാണ്. ഡോക്ടറുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ രജിസ്ട്രേഷനകത്ത് പിന്നെ ഒരു ചെറിയൊരു പാമ്പ്ലെറ്റ് പോലെ ഒന്ന് ഞാൻ വായിച്ചു നോക്കുന്നുണ്ട്. അത് ആരോഗ്യത്തിന് ഹാനികരമല്ലാതെ എങ്ങനെ മദ്യപിക്കാമെന്ന് 7 ഡോക്ടർമാർ ചേർന്ന് ഇറക്കിയ ഒരു പാമ്പ്ലെറ്റായിരുന്നു അത്. അപ്പം ഞാനത് വായിച്ചു നോക്കിയപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 70 കിലോ തൂക്കമുള്ളയാൾക്ക് 2 ബെക്കടിക്കാം, 90 കിലോ ഉള്ളയാൾക്ക് 3 ബെക്കടിക്കാം, 42 കിലോ ഉള്ള ഞാൻ അടിക്കുന്നത് 1.5 ലിറ്റർ ചാരായമാണ്. പിന്നെ അത് വായിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ ഡോക്ടറുടെ അഭിപ്രായം കേട്ടിട്ട് കാര്യമില്ല, അത് പ്രാക്ടിക്കൽ അല്ല, പ്രായോഗികമല്ല, നമുക്ക് പറ്റിയ കേസല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ എനിക്ക് കിട്ടിയ പുസ്തകത്തിനകത്ത് ഡോക്ടറുടെ അഭിപ്രായം എന്ന് പറഞ്ഞൊരു അധ്യായം കണ്ട് ഞാനത് വായിച്ചില്ല. പിന്നെ ബില്ലിൻ്റെ കഥയാണ് പിന്നെ ഞാൻ കണ്ടത്. അത് ഞാൻ വായിച്ചു. അത് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഒരു സംശയം തോന്നി. ഇതെൻ്റെ ഒരു കഥ പോലെ തന്നെ വരുന്നുണ്ടല്ലോ പല സ്ഥലത്തും. അന്ന് എനിക്ക് അങ്ങനെ തോന്നി. അത് കുറച്ചങ്ങ് വായിച്ചു കഴിഞ്ഞ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മദ്യപാനം എന്ന് പറയുന്നത്, ഞാൻ കുറേ കാലമായി ഇത് നിർത്തണം നിർത്തണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ നിർത്തണം എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്. ചിലപ്പോൾ ഒക്കെ അങ്ങനെ തോന്നുന്നു, കുടിച്ച് മടുക്കുമ്പം നിർത്തിയേക്കാന്ന് വിചാരിക്കും. പക്ഷേ ഇത് ഒരു നടയ്ക്ക് പോകുന്നൊരു കേസ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നിർത്താം നാളെ നിർത്താമെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ അത് നിർത്തണം നടക്കൂല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചികിത്സാലയത്തിൽ നിന്ന് 22 ദിവസം കഴിഞ്ഞപ്പം വീട്ടിലേക്ക് പോന്നു, ജോലി സ്ഥലത്തേക്ക് പോയി. അപ്പം ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അവസാന നാളുകളിൽ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, എത്ര കുടിച്ചിട്ടും പൂസാകുന്നില്ല എന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ 1.5 ലിറ്റർ ചാരായം, നാടൻ വെറും ചാരായമൊക്കെ, അന്നത്തെ കാലത്ത് ചാരായമാണ് ഈ കന്നാസിനകത്തും കുപ്പിക്കകത്തും ഒക്കെ അളന്ന് തരുന്ന ചാരായമാണ് അന്ന് കുടിക്കുന്നത്. 100 മില്ലിക്ക് 60 രൂപ ഞാൻ ലാസ്റ്റ് കുടിക്കുമ്പോൾ. ഇത് 1.5 ലിറ്റർ കുടിച്ചിട്ട് കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഒന്നും പറ്റുന്നില്ല, ഒരു പൂസാകുന്നില്ല, കാല് വേയിച്ചു പോകുന്നില്ല, വീഴുന്നില്ല. അപ്പം എൻ്റെ വിചാരം, ഈ പൈസ വെറുതെ പോയല്ലോ എന്നാണ്. അപ്പോൾ കുടിച്ചിട്ടൊന്നും പറ്റുന്നില്ല. ഇതെന്ത് സാധനത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ അതെയോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു വല്ലാത്തൊരു വിഷമം എനിക്കുണ്ടാക്കിയായിരുന്നു. ഈ 22 ദിവസം ആശുപത്രി കിടന്ന് ഗ്ലൂക്കോസൊക്കെ കയറ്റി ശരീരമൊക്കെ ഒന്ന് നന്നായി ഒരു ഊരൊക്കെ വെച്ചു. അപ്പോൾ എനിക്ക് തോന്നി, ഇനി ഒരു 2 പേക്ക് അടിച്ചാൽ ശരിക്കും. പണ്ട് ആദ്യം കുടിച്ച കാര്യം എനിക്ക് ഓർമ്മ വന്നു. ആദ്യം കുടിച്ചപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. എന്തോ ഒരു നമ്മളൊരു എന്തോ ഒരു അനുഭൂതി, എന്തോ നമ്മൾ ഉയർത്തപ്പെടുന്നത് പോലെ ഒരു തോന്നൽ നമുക്ക് ആദ്യം കുടിച്ചപ്പം ഉണ്ടായിരുന്നു. അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഇനിയും ഒരു 2 പേക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഉള്ളൊരു രസം കിട്ടുമെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലോട്ട് വന്നു. പെട്ടെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20 വർഷമായി ഞാൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി കുടിച്ചു കഴിഞ്ഞാൽ പഴയ പോലെ കുടിക്കില്ല എന്നും വിചാരിച്ചിട്ടും പഴയതുപോലെ ആവില്ല എന്നും വിചാരിച്ചിട്ടുമാണ് ഞാൻ വീണ്ടും 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 കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ഊരാക്കുടുക്കിൽ നിന്ന്, അല്ലെ കീറാമുട്ടിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുടി ഞാൻ ഒഴിവാക്കിയേ മതിയാവുള്ളൂ. അതെനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു 10-30 ദിവസം ഞാൻ കുടിക്കാതിരുന്നു. അപ്പം 30 ദിവസം കഴിഞ്ഞപ്പം ഈ ചികിത്സിച്ച ഹോസ്പിറ്റലിൽ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്നും പറഞ്ഞ് ഭാര്യ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഒരു സൂക്കേടും ഇല്ലാതെ ഞാൻ 22 ദിവസം അവിടെ പോയി കിടന്നു. എന്നിട്ട് 15,000 രൂപയും കളഞ്ഞു. എന്നിട്ട് ഇവിടെ വന്നേച്ചിട്ടിരിക്കുന്നു. ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് ഇനി എന്നാ കാണാനത്തിനാ പോകുന്നതെന്നാണ് എൻ്റെ മനസ്സിലോട്ട് അപ്പം വന്ന ചോദ്യം. അപ്പം എന്താണേലും വേണ്ടില്ല, ഒരു രോഗം എന്നുള്ള രീതിയിൽ അതിനെ ചികിത്സയ്ക്കൊക്കെ പോയതല്ലേ, 15,000 രൂപ മുടക്കിയതല്ലേ. നമ്മളിപ്പോൾ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ പറയുമല്ലോ, ഒന്നും കൂടെ വന്ന് കാണണം എന്നൊക്കെ പറയുമല്ലോ. പണ്ടാണെങ്കിൽ നൂലെടുത്ത് കളയുന്നതായിരുന്നു, ഇപ്പം നൂലൊന്നും ഇല്ലാന്ന് വന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ച് ഞാൻ ഒന്നും കൂടെ അവിടെ പോയി. അപ്പോൾ ഒന്നും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 10-30 ആൾ വന്നിട്ടുണ്ട്. അവരൊക്കെ നല്ല ചിരിച്ച മുഖം, നന്നായി സംസാരിക്കുന്നു. ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ഇവർ പറയുന്നത് സത്യമാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതിനു മുമ്പ് ഈ സ്കൂളിലെ വാർഷികങ്ങൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ, അത്തരം യോഗങ്ങളിലൊക്കെ ആൾക്കാർ ചുമ്മാ വെറുതെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നൊക്കെ. ആർക്കാണ് ഈ നാട്ടുകാരോട് പ്രിയമുള്ളത്? ആകെ ചുമ്മാ വെറുതെ മൈക്കിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം. അതുപോലെ തന്നെ ഈ സ്കൂളുകളൊക്കെ പരിപാടിയൊക്കെ നടത്തുമ്പം വെറും തരികിടയായിട്ടുള്ള ആൾക്കാർ, മാഷന്മാരോ ഹെഡ്മാസ്റ്ററോ ഒക്കെ അതുവരെ തെറി പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാരെ ഈ മൈക്ക് കിട്ടി കഴിയുമ്പോഴത്തേന് ഇതുപോലെ നല്ലൊരു അച്ചടക്കമുള്ള, ഇത്രയും നല്ലൊരു പ്രധാനാധ്യാപകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. നുണ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. സത്യം പറയുന്നത് പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ, യോഗങ്ങളിലും മീറ്റിങ്ങുകളിലും ആളെ പുകഴ്ത്തി പറയുക, പൊങ്ങച്ചം പറയുക, ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ മീറ്റിങ്ങിൽ ആളുകൾ സത്യമാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി.
പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ വീണ്ടും ഞാൻ പോയത് എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമല്ല, മനസ്സില്ലാ മനസ്സോടെയാണ് വീണ്ടും ഞാൻ പോകുന്നത്. അത് ഏകദേശം 1 വർഷം തുടർന്നു. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഞാൻ അവിടെ അങ്ങനെ പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സത്യത്തിൽ ആഗ്രഹമില്ലായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തു. അതിനകത്ത് നമ്മുടെ കുടുംബത്തിൻ്റെ ഭാര്യയുടെ വലിയൊരു സമ്മർദ്ദ തന്ത്രം എന്തോ ആയിക്കോട്ടെ, അതുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ അതിനെ എതിർത്തില്ല, ഞാനതിനെ തള്ളിക്കളഞ്ഞില്ല. അതെനിക്ക് പിന്നെ വലിയൊരു ഗുണം പിന്നീട് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഈ പിന്നെ കുടിയെല്ലാം നിർത്തി 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നു. മാഷ് ഇപ്പോൾ കുടിക്കുന്നില്ലല്ലേ എന്ന് ചോദിച്ചു. ഇല്ല. നിങ്ങൾ എങ്ങനെയാണ് കുടിക്കാതിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം നമ്മളിപ്പോൾ ഈ ഈ 12 പടികളും പാരമ്പര്യവും എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ച് ഒരു വലിയ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ചിലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 12 പടികളും 11 പടികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ശേഷം 12ാമത്തെ പടിയിൽ ഈ പടികളിൽ നിന്ന് കിട്ടിയ പിന്നെ ആത്മീയ ഉണർവിന്റെ അടിസ്ഥാനത്തിൽ വേണം 12ാം പടി ചെയ്യാൻ എന്നൊക്കെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അത് താത്വികമായി അങ്ങനെ പറയാമായിരിക്കും. പക്ഷെ ഇതിപ്പോ ഞാൻ ഈ 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ പടിയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ 2ാം പടിയായുള്ളൂ 3ാം പടിയായുള്ളൂ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ എങ്ങനെയാ കുടി നിർത്തിയെന്ന് ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അയാളെ ആ സ്ഥാപനത്തിൽ കുടി നിർത്തുന്ന അന്ന് ആൽക്കഹോൾ ഇതിന്റെ മീറ്റിംഗ് ഒന്നും കേരളത്തിൽ ഒരിടത്തുമില്ല. ഞാൻ അവിടെ കൊണ്ടുപോയി അയാളെ കൊണ്ട് പിന്നെ ലീവൊക്കെ എടുത്ത് വണ്ടിയൊക്കെ വിളിച്ച് അവിടെ കൊണ്ടുപോയി പിന്നെ ആ സ്ഥാപനത്തിൽ കൊണ്ടുപോയി. അങ്ങനെ ഒരു 12 ആൾക്കാരെ അന്ന് ഞാൻ മീറ്റിങ്ങുകളിൽ എത്തിക്കാൻ ശ്രമിച്ചു. പിന്നെ ചിലപ്പോൾ ഞാൻ ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ 100-200 രൂപ ഞാൻ കയ്യിൽ നിന്ന് എനിക്ക് വണ്ടിക്കൂലി മുടക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പൈസ ഇല്ലാത്തവർക്ക് 100-300 രൂപ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എവിടെയാണെന്നോ കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊരു കൊല്ലത്തേക്ക് കുടിച്ചില്ല. 1 വർഷം കഴിഞ്ഞു. അപ്പം ഇതൊരു സ്ഥാപനത്തിൽ നടക്കുന്നൊരു മീറ്റിംഗ് ആണ്. ഒരു സ്ഥാപനമാണ് അവിടെ ആ മീറ്റിംഗ് നടത്തുന്നത്. എനിക്ക് ബിഗ് ബുക്ക് വായിക്കാൻ തന്നായിരുന്നല്ലോ. അപ്പം ഈ ബുക്ക് അതിൻ്റെ ഒരു കോപ്പി എവിടുന്ന് എൻ്റെ ഒരു കിട്ടി. അത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽക്കഹോളിക്സ് അനോണിമസ് അതിൻ്റെ AA എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു മീറ്റിംഗ് അല്ല അവിടെ നടക്കുന്നത്. അത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ്. ഈ ബുക്കിനകത്ത് ഞാൻ വായിച്ച ബുക്കിനകത്ത് 2 അഡ്രസ്സ് ഉണ്ടായിരുന്നു. അതിലൊരു അഡ്രസ്സ് ബോംബെയിലെ അഡ്രസ്സാണ്, വേറൊരു അഡ്രസ്സ് ന്യൂയോർക്കിലെ അഡ്രസ്സുമാണ്. ഞാനൊരു അന്നത്തെ കാലത്ത് എയർമെയിൽ എന്ന് പറയും നമ്മൾ, അതായത് അന്ന് എനിക്ക് തോന്നുന്നത് 15 രൂപയാണ് ഒരു എയർമെയിലിൻ്റെ പിന്നെ വില. ഞാനൊരു എയർമെയിൽ എടുത്ത് അമേരിക്കയിലോട്ടൊരു കത്തയച്ചു. ന്യൂയോർക്കിലേക്ക് ജനറൽ സർവീസ് ഓഫീസ് ന്യൂയോർക്ക് എന്നും പറഞ്ഞിട്ട് ഒരു കത്തങ്ങ് അയച്ചു. കത്തിനകത്ത് ഉള്ളടക്കം ഇതാണ്: അപ്പം ഞാനൊരു മദ്യാസക്തനാണ്. അപ്പോൾ ഈ മദ്യപാനാസക്തി രോഗമാണെന്ന് ഈ ചികിത്സിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കേട്ട് ഇതെന്തോ രോഗമാണെന്നുള്ളൊരു ധാരണ വന്നിട്ടുണ്ട്. ഉറപ്പൊന്നും ഇല്ലെങ്കിലും, അങ്ങനെ വിശ്വസിക്കാനും തുടങ്ങിയിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ധാരണ വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു ആൽക്കഹോളിക്കാണ്, എനിക്ക് കുടിക്കാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇവിടെ AAയുടെ മീറ്റിങ്ങുകളൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയ കുഞ്ഞു വാതകത്തിലൊരു കത്താണ് ഞാൻ ന്യൂയോർക്കിലേക്ക് അയച്ചത്. ഒരാഴ്ച കഴിഞ്ഞപ്പം മറുപടി വന്നു. ഈ കള്ളുകുടിയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുടിയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുശാഗ്ര ബുദ്ധികളും കൂർമ്മ ബുദ്ധികളും പിന്നെ ഭയങ്കര കുനിഷ്ടി ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുമാണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ. ഞാനതിൻ്റെ ഈ സ്റ്റാമ്പിൻ്റെ സീലുകളൊക്കെ നോക്കി. ഞാൻ നോക്കിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കത്ത് ന്യൂയോർക്കിൽ കിട്ടിയ അന്ന് തന്നെ അവരതിന് മറുപടി അയച്ചിട്ടുണ്ട്. അന്ന് ഒരു നികുതി അടയ്ക്കണമെങ്കിൽ വില്ലേജിൽ 4 പ്രാവശ്യം പോകണം. പഞ്ചായത്തിലെങ്ങാനും ഒരു റേഷൻ കാർഡിൻ്റെ കാര്യം എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ 8 പ്രാവശ്യമെങ്കിലും പോകേണ്ടി വരും. സിമെൻറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അന്ന് ഒരു കൊല്ലം കഴിഞ്ഞാൽ സിമെൻറ്റ് കിട്ടുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അന്നത്തെ അവസ്ഥ. പക്ഷേ എൻ്റെ കത്ത് അമേരിക്കയിലെ ജനറൽ സർവീസ് ഓഫീസിൽ കിട്ടിയ അന്ന് തന്നെ അവരെനിക്ക് മറുപടി അയച്ചിരിക്കുന്നു. മറുപടിയിൽ ഏതാനും കുറച്ച് പാമ്പലെറ്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോണേഴ്സ് ഇൻ്റർനാഷണൽ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AAയുമായി ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ച് നടത്തുന്നൊരു മീറ്റിംഗ് ആണത്.
അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഓൺലൈൻ മീറ്റിങ്ങുകൾ നടക്കുന്നത് അതേ സ്റ്റൈല് തന്നെയാണ് സത്യത്തിൽ അതിനും ഉള്ളത്. അന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു മാറ്റർ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു എന്ന് മാത്രം. ആൾക്കാരുടെ ഷെയറിംഗ് ആണ് അതിനകത്തുള്ളത്. അതിൻ്റെ ഒരു കോപ്പി, അതുപോലെ തന്നെ ഒരു 10-20 അഡ്രസ്സുകൾ. അപ്പോൾ പരിപാടി നമുക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവർക്കൊക്കെ കത്തയക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവരും മിക്കവാറും എല്ലാവരും മറുപടി അയച്ചു. ചിലരുടെ മറുപടിയൊക്കെ കുറച്ച് കാലം കൊണ്ട് ചിലരൊക്കെ സ്ലിപ്പായി പോയവരാണെന്ന് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നി ചിലരൊക്കെ. പക്ഷെ അതിലൊരാള് ഏതാനും ഒരു 4-5 വർഷം മുമ്പ് മരിക്കുന്നത് വരെ എനിക്ക് കത്തുകൾ അയക്കുമായിരുന്നു, മാസത്തിൽ ഒരിക്കൽ. ഞാനതിന് മറുപടി അയക്കുമായിരുന്നു. ഞാൻ ചിലപ്പോൾ 2 മാസത്തിൽ ഒരു മറുപടിയൊക്കെ കൊടുക്കുമായിരുന്നുള്ളൂ. പക്ഷെ അയാൾ പിന്നെ അമേരിക്കയിൽ ഹാർട്ട്ഫോർഡ് സിറ്റിയിൽ പിന്നെ ഒരു ആന്ത്രാക്സ് വന്നിട്ട് ആ വീൽ ചെയറിൽ ഹോംലി, അതായത് വീട്ടിൽ അഡ്മിറ്റ് ആയ ഒരാളാണ്. മീറ്റിങ്ങിന് അയാൾ പോകാറുണ്ടായിരുന്നു, പക്ഷെ അയാൾ വീൽ ചെയറിൽ പിന്നെ ജീവിച്ച ഒരാളാണ്. അയാൾ എനിക്ക് മുടങ്ങാതെ കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഗ്രൂപ്പിലൊക്കെ പോകുകയൊക്കെ ചെയ്തപ്പോഴും കാലത്തും അയാൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തെ എഴുതുമായിരുന്നു, അദ്ദേഹത്തെ അറിയിക്കുമായിരുന്നു, ഇവിടുത്തെ ഡെവലപ്മെൻറ്റുകളൊക്കെ. അപ്പോഴയാൾ എനിക്ക് കൃത്യമായിട്ട് മറുപടി അയക്കുമായിരുന്നു. ഒരു 4 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ റിമൈൻഡർ അയക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. അതിനിടയിൽ ഞാൻ ഈ കോഴിക്കോട് ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെ ആര് ചെന്നാലും അവിടെ കയറ്റും. ഈ ചികിത്സിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അവിടെ ചികിത്സിക്കാത്തവരെ അവിടെ മീറ്റിങ്ങിൽ കയറ്റുന്നുണ്ടെന്നുള്ളൊരു വിവരം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ കോഴിക്കോട്, അത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ്, ആദ്യത്തെ ഞായറാഴ്ചയാണോ രണ്ടാമത്തെ ഞായറാഴ്ചയാണോ ഞാൻ മറന്നുപോയി. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഇവിടുന്ന് അവിടെ പോയി. അപ്പം എനിക്ക് പോകണമെങ്കിൽ ഇത്ര ദൂരമുണ്ട്. അതായത് ഒരു 10 കിലോമീറ്റർ ലോക്കൽ ജീപ്പിൽ യാത്ര ചെയ്യണം, പിന്നെ ഒരു 125 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ എത്തുള്ളൂ. വയനാട്ടിൽ നിന്ന്, പുൽപ്പള്ളിയിലാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇത്ര ദൂരമുണ്ട്. അപ്പോൾ ഞായറാഴ്ച രാവിലെ പോയാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേനും അവിടെ എത്തും. അപ്പോൾ 2 മണിക്കോ ആണ്ടാ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അന്നിപ്പോൾ തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടാണ്. ഇന്നാണെങ്കിൽ പിന്നെ രാത്രി 10 മണിക്കും 11 മണിക്കൊക്കെ ബസ്സുണ്ട്. അന്നൊരു 7 മണി 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. അപ്പം ഞാനന്ന് തിരിച്ചു പോന്നുകൊണ്ടിരുന്നത് പത്രം കൊണ്ടിരുന്നൊരു വണ്ടിയുണ്ട്, ആ വണ്ടിക്കാണ് തിരിച്ചു പോരുന്നത്. അവിടെ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരുന്നു, കോഴിക്കോട് സുരക്ഷാ ഹോസ്പിറ്റലിൽ. അവിടെ വെച്ചാണ് ഞാൻ ഈ രവിയേട്ടനെ പോലെയുള്ള ആളുകളെയും ശ്രീനിവാസേട്ടനെ പോലെയൊക്കെയുള്ള ആളുകളെയൊക്കെ പരിചയപ്പെട്ടതും മാസത്തിലൊരിക്കലും അവിടെ മീറ്റിങ്ങിന് പോകുന്നത് പതിവായി. ഞാൻ ചികിത്സ നടത്തിയ വിൻസെൻ്റ് ഗിരി എന്ന് പറയുന്ന ആ സ്ഥലത്തെ മാസത്തിലൊരു മീറ്റിങ്ങിൽ ഞാൻ മുടങ്ങാതെ പങ്കെടുക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരാള് കേരളത്തിൽ നിന്നൊരു പ്രതിനിധി GSOയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് പറയുന്ന പേര് ഡെലിഗേറ്റ് എന്നാണ്. അപ്പം ഈ തിരുവമ്പാടിക്കാരനൊരാളാണ് ഡെലിഗേറ്റ്. അയാൾക്ക് പനിയാണോ അതെന്തോ അസുഖമാണ്, പോകാൻ പറ്റുന്നില്ല. അപ്പം എന്നോട് പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഈ സാമൂഹിക പാഠം പഠിക്കുമ്പോൾ നമ്മൾ മാപ്പേലാണല്ലോ ഈ പിന്നെ ബോംബെ കൽക്കട്ട എന്നൊക്കെ കാണുന്നുള്ളൂ. കാരണം കേരളം വിട്ട് പുറത്തോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. വൈരിക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പുഴയ്ക്കക്കര, ഒരു പുഴേൻ്റെ കവനീഗിരിയുടെ അക്കരത്ത് കർണാടകത്തിൽ നിന്നൊരു പ്രത്യേക ചാരായം കിട്ടും. അതിന് മൂലവെട്ടി എന്നാണ് പറയുന്നത്, പ്ലാസ്റ്റിക് കൂടിനകത്ത്. അതിങ്ങനെ മൂല മുറിച്ച് വെച്ചിട്ട് വായിലേക്ക് ഒഴിക്കുക. അത് ഒരു 60-70 മില്ലി ഉണ്ടാകും. അത് കൂട്ടർ 4-5 കുടിച്ചു കഴിഞ്ഞാൽ ഒരുവിധം കട്ടയാകും. അപ്പം അങ്ങനെ അവിടെ അല്ലാതെ കൊണ്ട് പുറത്ത് ഞാൻ ഒറ്റ സ്ഥലത്തും പോയിട്ടൊന്നുമില്ല. അപ്പം എനിക്ക് പോകണമെന്ന് വലിയ താല്പര്യമൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ഡെലിഗേറ്റ് എന്നുള്ള നിലയിൽ പിന്നെ ഇങ്ങനെ നാഗപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പോകേണ്ടത്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. റെയിൽവേ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണം, തിരിച്ചു വരണം. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു മടി. അപ്പം എന്നെ പോലെ തന്നെ ഈ ഇങ്ങനെയൊക്കെയുള്ള യാത്രയ്ക്ക് താല്പര്യമുള്ളൊരു മത്തായി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇപ്പം അയാൾ മരിച്ചുപോയി. പുള്ളി പറഞ്ഞു ഞാനും പോരാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ GSOയുടെ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി നാഗപ്പൂരേക്ക് പോവുകയാണ്. ട്രെയിനിൽ ഞാൻ പണ്ടൊന്നും ട്രെയിനിൽ കയറിയിട്ടുണ്ട് ചെറുപ്പത്തിൽ. കോളേജ് പഠിക്കാൻ വേണ്ടി തൊടുപുഴയ്ക്ക് പോകാൻ വേണ്ടി
ആലുവ ഒരു ട്രെയിനിൽ കയറിയിട്ടുണ്ട്, അല്ലാതെ അങ്ങനെ ട്രെയിനിലൊന്നും യാത്ര ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഒരു വെപ്രാളമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ട്രെയിനിൽ കയറി, ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രെയിൻ. അപ്പം അന്ന് പിന്നെ ആരാ കോഴിക്കോട് നിന്ന് ആരോ CP രവീന്ദ്രൻ ആരോ 2 കിലോ പഴമൊക്കെ മേടിച്ചിരിക്കും കൊണ്ടെത്തന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ യാത്രയാക്കാൻ വേണ്ടി വന്നു. ഞങ്ങളിങ്ങനെ കയറി കമ്പാർട്ട്മെന്റ് കയറി ഇരുന്നു കഴിഞ്ഞപ്പോൾ മുമ്പിൽ ഇരുന്ന 2 ആള് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്, മലയാളികളല്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾ നാഗപ്പൂർക്കാന്ന് പറഞ്ഞു. ആ, നിങ്ങൾ GSOയുടെ കോൺഫറൻസിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ആ, നിങ്ങൾ ആൽക്കഹോളിക്കാ, നിങ്ങളുടെ വെപ്രാളം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ആൽക്കഹോളിക്ക, മദ്യസക്തരാണ്, നിങ്ങൾ ഇങ്ങനത്തെ എന്തോ പരിപാടിക്ക് പോകുന്നത് മനസ്സിലായി എന്ന് അവർ പറഞ്ഞു. അത് ഇഗ്നേഷ്യസ് എന്ന് പറഞ്ഞ ഒരാളും പിന്നെ പാട്രിക് ക്ലാസോ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഡെലിഗേറ്റും ട്രസ്റ്റിയും ഒക്കെ ആയിട്ട് സേവനം അനുഷ്ഠിച്ച ആളാണ്, മംഗലാപുരക്കാരനാണ്. ഇവിടുന്ന് പോകുമ്പം ഈ കേരളത്തിൽ നിന്ന് നാഗ്പൂരേക്ക് പോകുമ്പം കോഴിക്കോട് സുരക്ഷാ ഗ്രൂപ്പിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്, മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിൻസെന്റ് ഗിരിയിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് നമ്മുടെ വേറെ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ AA മീറ്റിംഗ്, സ്വതന്ത്രമായ AA ഇന്നത്തെ പോലെ മദ്യാസക്തരായ ആളുകൾ നടത്തുന്ന മീറ്റിങ്ങുകൾ കേരളത്തിലില്ല. തൊടുപുഴയിലല്ല, കോട്ടയത്ത് റാഡ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ AA മീറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഭരണങ്ങാനത്തുണ്ട്. അതൊക്കെ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സഭയുടെയോ ഒക്കെ സ്ഥാപനങ്ങൾ നടത്തുന്ന മീറ്റിങ്ങുകളാണ്, AA ഗ്രൂപ്പ് അല്ല. പക്ഷെ ഇവിടുന്ന് എന്നോടൊരു കാര്യം പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് അവിടുത്തെ ആൾക്കാരും പറഞ്ഞു, ഈ വിൻസെന്റ് ഗിരിയിലെ ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകളും പറഞ്ഞു. കൂത്താട്ടുകുളത്തുള്ള ഒരു ജോയിക്കുട്ടി എന്ന് പറയുന്ന ഒരാൾ മലയാളം ബുക്കിലേക്ക് ബിഗ് ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ബോംബെയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ കാര്യം ഒന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ കാര്യം ഒന്ന് ചോദിക്കണമെന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 10 വർഷമായി ഇത് അവർക്ക് കൊടുത്തിട്ട് അവരിതൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ അതൊന്ന് ചോദിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ സ്റ്റൈൽ മനസ്സിലായല്ലോ. അങ്ങനെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനവിടെ ചെന്നു. ആദ്യമായിട്ടാണല്ലോ ഈ പരിപാടി. ഡെലിഗേറ്റ് എന്ന് പറഞ്ഞ സംഗതി സത്യത്തിൽ എന്താന്ന് പോലും അറിയാത്ത ഒരു കാലമാണിത്. അപ്പം ഞാനവിടെ ചെന്ന് ഞാനവരോട് പറഞ്ഞു, നിങ്ങൾ മലയാളം ബിഗ് ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇത് തന്നിട്ട് കൊല്ലം 10ആയി, നിങ്ങളെന്താ അത് പ്രസിദ്ധീകരിക്കാത്തതെന്ന് ചോദിച്ചു, ഒരു ലേശം ഒച്ചയൊക്കെ പൊക്കിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് പ്രസിദ്ധീകരിക്കേണ്ടത് മറാഠിയിലോ ഹിന്ദിയിലോ അല്ലല്ലോ, ഇത് മലയാളത്തിലാണല്ലോ ഇത് പ്രസിദ്ധീകരിക്കേണ്ടത്. സാധനം ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങളുടെ കയ്യിൽ തരാം, ഞങ്ങളുടെ കയ്യിലുണ്ടത്. അപ്പം അത് ഒരു 3-4 കിലോ ഉണ്ട്. പിന്നെ കൈയെഴുത്ത് പ്രതിയല്ല ശരിക്കും, അത് പിന്നെ ടൈപ്പ് ചെയ്തിട്ടുള്ള സാധനമാണ്. എൻ്റെ കയ്യിൽ ഈ സാധനം എടുത്ത് ഇത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇത് കൊണ്ടുപോയിട്ട് ഇതെന്താന്ന് നോക്കി ശരിക്കും വായിച്ച് നോക്കി വെച്ചിട്ട് അതിനകത്ത് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചങ്ങ് അയച്ചു തരിക. തിരിച്ചയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് GSO ന്യൂയോർക്കിലേക്ക് അയച്ച് പെർമിഷൻ വാങ്ങി നിങ്ങൾക്ക് തരാം. പണിയായി. അവിടെ ഇപ്പം പിന്നെ പീറ്റർ സ്കോട്ട്, മാക്ഡാവൽ വിസ്കി, മറ്റേ മുഗൾ മൊണാർക്ക്, അതൊക്കെ മാത്രം മനസ്സിൽ ചിന്തിച്ച് അത് മാത്രം ഓർമ്മയിൽ കൊണ്ടു നടന്ന എനിക്കിപ്പം GSO, ബിഗ് ബുക്ക്, കോൺഫറൻസ്, GSO ഇങ്ങനത്തെ കാര്യങ്ങളാണ് എൻ്റെ നിലയിലോട്ട് കയറുന്നത്. അപ്പം ഞാനത് ഇവിടെ കൊണ്ടുവന്ന് കോഴിക്കോട് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ നിന്ന് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഒരു ഇൻ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കണം. അങ്ങനെ ഒരു ഇൻ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ അവിടെയുള്ള ഗ്രൂപ്പിലുള്ള ആളുകളെയൊക്കെ വിവരം അറിയിച്ച് എന്നിട്ട് അതിലൊരു തീരുമാനമെടുത്ത് അത് അങ്ങനെയാണ് ഇത് സാധനം വരേണ്ടത്. ഒരാൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യരുത്. അപ്പോൾ അതെന്നോട് പ്രത്യേകിച്ച് വെങ്കട്ടും പറഞ്ഞു, ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യരുത്. അത് ചോദിച്ചാൽ എന്നെ ഒറ്റയ്ക്ക് ചെയ്താൽ കാര്യം നടക്കുകയില്ല. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയ്ക്കൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അഹംഭാവം വരും. രണ്ടാമത്, ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് പണമിടപാടാണെങ്കിൽ അതിനകത്ത് കള്ളത്തരം കാണിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അതുകൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യരുത്. എനിക്കത് മനസ്സിലായി പറഞ്ഞപ്പോൾ.
അപ്പം ബേപ്പൂർ അത്താണി ഗ്രൂപ്പ് തുടങ്ങി. മാനന്തവാടിയിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങി. കൽപ്പറ്റയിൽ ഒരു AA ഗ്രൂപ്പ് ഉണ്ട്. എറണാകുളത്തും തൊടുപുഴയും തിരുവനന്തപുരത്തും ഗ്രൂപ്പായെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്താണെങ്കിലും ഒരു 8-10 ആളുകൾ ഈ കോഴിക്കോട് നടക്കുന്ന ഇന്റർ ഗ്രൂപ്പിൽ പങ്കെടുക്കും, ഒരു മാസത്തിലൊന്ന്. അവിടെ വെച്ച് ഈ പലപ്പോഴും നമ്മൾ ഈ ഫുട്ബോൾ കളിയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. കാരണം ഈ പകരക്കാരനായിട്ട് കയറി വെച്ചിട്ട് അവൻ ഗോളടിക്കുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ എൻ്റെ അവസ്ഥ എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഡെലിഗേറ്റായി. ആദ്യം ഈ പനിയാന്ന് പറഞ്ഞ് പോകാത്ത ഡെലിഗേറ്റ് പറഞ്ഞു ഞാനീ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ സംഗതി എൻ്റെ ചാർജ് ഞാൻ ഓട്ടോമാറ്റിക്കലായിട്ട് എന്നെ വിട്ട് തെരഞ്ഞെടുത്തോ അല്ല ഒന്നുമല്ല. അന്നിപ്പോ തെരഞ്ഞെടുക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഡെലിഗേറ്റായി. അപ്പൊ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എഴുത്തുകുത്തുകൾ മാസത്തിലൊന്ന് ഞാൻ കോഴിക്കോട് പോകും. ഇന്റർ ഗ്രൂപ്പിന്റെ മീറ്റിംഗ്. അതിനവിടെ ഇന്റർ ഗ്രൂപ്പിന്റെ മീറ്റിംഗ് കൂടി അവിടെ ആകെപ്പാടെ ചർച്ച ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം വാടക കൊടുക്കണം ചെറിയൊരു പൈസ, അത് എല്ലാവരും കൂടെ ഉണ്ടാക്കും. പിന്നെ ഒരു ചായ കുടിക്കും. പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങ് പോരും. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അവിടെ വലിയ പബ്ലിക് ഇൻഫർമേഷനുകളെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടോ ഒന്നും വലിയ ചർച്ചയൊന്നും അവിടെ നടക്കുന്നില്ല. കാരണം അതിന് ആളുമില്ല, പൈസ ഇല്ലല്ലോ. എന്നാണെങ്കിലും കോഴിക്കോട് മൊയ്തൂട്ടി എന്ന് പറയുന്ന ഒരാളും ഞാനും കൂടെ കൂടി അവിടെ അതിലൊക്കെ നടന്ന് ഈ സാധനം DTP ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷണം തുടങ്ങി. ഈ കാലത്ത് വളരെ അത്ഭുതം പോലെ ഒരു സുഹൃത്ത് നമ്മളോടൊപ്പം ചേർന്നു. അത് NB ഹാഫീസ് മുഹമ്മദാണ്. അദ്ദേഹം അന്ന് സുരക്ഷയിൽ ഒരു ബോർഡുണ്ട്, ആ ബോർഡിലെ അംഗമാണ്. ആൽക്കഹോൾസ് അനോണിമസിന്റെ കാര്യത്തിൽ വലിയ താല്പര്യമുള്ള ആളാണ്. അയാളൊരു സാഹിത്യകാരനാണ്. അപ്പൊ അദ്ദേഹത്തിൻ്റെയൊക്കെ സഹായം. അപ്പൊ ഇതെന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പൈസ മുടക്കിയിട്ടാണ് ഇവിടുന്ന് കോഴിക്കോട് പോകുന്നത്. വണ്ടിക്കൂലിയൊന്നും ആരോടും മേടിക്കൊന്നുമില്ല. ചായ കുടിക്കുന്ന പൈസ എൻ്റെ പൈസ തന്നെ. വേറെ ഒരു പൈസയൊന്നും അവിടുന്ന് ആരോടും മേടിക്കുകയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം നമ്മൾ സ്വന്തം കാലയിൽ നിൽക്കണം എന്നാണല്ലോ പറയുന്നത്. പിന്നെ ഇത് സേവനം എന്നാണല്ലോ നമ്മളിതിന് പറയുന്നത്, സർവീസ് എന്നല്ലേ പറയുന്നത്. ഇതിപ്പം 100 കൊല്ലത്തെ പാരമ്പര്യവുമായി സേവന രംഗത്ത് നക്ഷത്രം പോലെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സ്വർണ്ണക്കടയുടെ പരസ്യം കാണുന്നില്ല. ഇവർ സ്വർണം വെറുതെ കൊടുത്തതല്ലല്ലോ, പൈസക്കല്ലേ വിറ്റേ. അതിന് നമുക്ക് സേവനം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ സർവീസ് സേവനം എന്നൊക്കെ പറയുമ്പോൾ ഇത് പ്രതിഫലം മേടിക്കാത്ത ഒരു പരിപാടിയായിരിക്കണം. അപ്പൊ ഞാനേലും വന്നൊരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരെന്നോട് ചോദിക്കാൻ പോയി, നീ ഉള്ള കാശ് മുഴുവനും കള്ളു കുടിച്ച് കളഞ്ഞു, ഇപ്പം നീ സേവനം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക, നിനക്ക് എന്നാ അവിടുന്ന് വരുമാനം എന്താ കിട്ടുന്നതെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള മറുപടി എൻ്റെ ഉണ്ടായിരുന്നു അന്ന് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും കാലം ഞാൻ എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലായിടത്തും പോയത്. ഇപ്പം ഞാൻ പോകുന്നത് എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനല്ല ഞാൻ പോകുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് അറിയാനാണെന്ന് മറുപടി പറഞ്ഞു. എനിക്കത് മറുപടി പറയാൻ കഴിഞ്ഞു അന്ന് തന്നെ. അപ്പൊ അങ്ങനെ മീറ്റിങ്ങുകൾ ആരംഭിച്ചു. അപ്പൊ അതിനിടയ്ക്ക് ഈ ബിഗ് ബുക്ക് പ്രസിദ്ധീകരിച്ചു കേട്ടോ. ഒരു 2 വർഷം, അതായത് 96, 97, 97 2 വർഷം എടുത്തുള്ളൂ അതിന് മൊത്തത്തിൽ. അതിൻ്റെ കാര്യങ്ങളൊക്കെ DTP ചെയ്യാനും ഒക്കെ കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നടന്നത്. 25,000 രൂപ ജനറൽ സർവീസ് ഓഫീസ് ബോംബെയിൽ നിന്ന് നമുക്ക് അഡ്വാൻസ് തന്നു. അത് കഴിഞ്ഞിട്ട് പുസ്തകം അടിച്ചു, 2 വർഷത്തിനുള്ളിൽ അടിച്ചു. 97 അത് പ്രസിദ്ധീകരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അന്നത് ടൗൺ ഹാളിൽ വെച്ചാണ് NB മുഹമ്മദ്, NB ഹാഫീസ് മുഹമ്മദിന്റെ പിതാവ്, അന്നത്തെ സർക്കിളോ അല്ല അന്നത്തെ പോലീസ് ഓഫീസറോ ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അന്ന്. അപ്പൊ എന്നാലും അതൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളിങ്ങനെ ഈ പുറത്തോടെ നടന്ന് പ്രവാചകരെ പോലെ പ്രസംഗിച്ചുകൊണ്ട് നടന്നാൽ പോലെ എൻ്റെ നാട്ടില് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അപ്പൊ AA ഇല്ല. അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പ് തുടങ്ങണം. അത് തുടങ്ങേണ്ട സമയം കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. 92, 3, 95. 95 കഴിഞ്ഞപ്പോൾ പുൽപ്പള്ളിയിലും ഇതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് തുടങ്ങി. ആരും ഇല്ലായിരുന്നു. 2-3 പേരെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ വിട്ടുപോയി. പിന്നെ ഒരാൾ ചിലപ്പം വരും. ഞങ്ങൾ 2 പേര് മാത്രമായി വർഷങ്ങളോളം. പക്ഷെ ആ മീറ്റിംഗ് സ്ഥലത്ത് പോകുമായിരുന്നു ഞങ്ങൾ, ആരെങ്കിലും ഒരാൾ. അപ്പൊ എന്തെങ്കിലും വരാനിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ആ മീറ്റിംഗ് സ്ഥലത്ത് പോകും ഞങ്ങൾ ആരെങ്കിലും. അന്ന് അതിനെക്കുറിച്ചൊക്കെ സംശയങ്ങൾ വന്നപ്പോൾ
എനിക്ക് ചില വിവരങ്ങളൊക്കെ കിട്ടി. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ആളുകൾ ഒറ്റയ്ക്ക് പോയിരിക്കുന്ന മീറ്റിങ്ങുകളുണ്ട്. ആളില്ലാത്ത സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കിരിക്കും അവർ. ചിലപ്പോൾ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഇരിക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പ്രത്യേകിച്ച് എക്സർസൈസോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രവർത്തനങ്ങളോ ഒന്നുമില്ലാതെ കൊണ്ട് തന്നെ ഇന്നിപ്പോൾ 10-20 ആളുകൾ മുടങ്ങാതെ പങ്കെടുക്കുന്ന 2 മീറ്റിങ്ങുകൾ പുൽപ്പള്ളിയിൽ പിന്നെ എൻ്റെ ഹോം ടൗണിലുണ്ട്. അപ്പം ഇത് ഒക്കെ സംഭവിച്ചത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഈ 125 കിലോമീറ്റർ യാത്ര ചെയ്ത് മീറ്റിങ്ങിൽ പങ്കെടുത്ത് തിരികെ പത്രം കൊണ്ടിരുന്ന വണ്ടിയിൽ എൻ്റെ ജോലി സ്ഥലത്തേക്ക് തിരികെ വരുമ്പം എൻ്റെ മനസ്സിൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും അന്നേക്കന്ന് പോയി വരാവുന്ന തരത്തിൽ മീറ്റിങ്ങുകൾ ഉണ്ടാകണം എന്ന് ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഞാനത് അന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് അന്ന് ചെയ്ത ആ പ്രവൃത്തിക്ക്. പക്ഷേ ഈ ബുദ്ധിമുട്ടിൻ്റെ ഒരു പിന്നെ ഒഴിവാക്കാൻ വേണ്ടി ഭാവിയിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് പ്രയോജനകരമായ രീതിയിൽ അന്നേക്കന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്താൻ പാകത്തിൽ മീറ്റിംഗ് ഉണ്ടാകണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് സാധിച്ചു, അത് നടന്നു. ഇപ്പോൾ കേരളത്തിൽ പിന്നെ അന്നേക്കന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്ത് തിരികെ എത്താവുന്ന സ്ഥലങ്ങളെ കേരളത്തിലുള്ളൂ. എനിക്ക് തോന്നുന്നില്ല എവിടെയെങ്കിലും അത്രയ്ക്ക് ദൂരമുള്ള പിന്നെ വിദൂരമായ സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കേരളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അന്നേക്കന്ന് എത്തി വരുന്ന മീറ്റിങ്ങുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ കുടിക്കാതിരിക്കാൻ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ പിന്നെ കുടിക്കാതെ ഇരുന്നത്, ഇപ്പോഴും കുടിക്കാതിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പിന്നെ മക്കിയാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് മീറ്റിങ്ങിന് പോയത്. അപ്പോൾ ഒരു പിന്നെ പുതിയൊരാൾ, ആളെ കുറിച്ചൊരു വിവരം കിട്ടി. അയാൾ മീറ്റിങ്ങിന് വരാമെന്ന് സമ്മതിച്ചു. അപ്പോൾ ഇവിടുന്ന് പിന്നെ ഒരു വണ്ടിക്കാരനെയും കൂട്ടി അയാളും ഞാനും പാതി വണ്ടി എണ്ണ അടിച്ചു. ഒരു 500 രൂപയുടെ എണ്ണ അടിക്കണം. അങ്ങനെ അവിടെ പോയി വീട്ടിൽ പോയി അയാളെ കണ്ടു. അയാൾ ലേശം അടിച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും ഒരു മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ അയാളെയും കൂട്ടി മീറ്റിംഗ് സ്ഥലത്ത് പോയി. മീറ്റിംഗ് അയാൾക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് അയാൾ കുടിച്ചിട്ടില്ല. വൈകുന്നേരം എന്നെ വിളിച്ചില്ല, എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. ഇന്ന് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇത് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ കുടി നിർത്തുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ച ഒരാളല്ല. കുടി നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹവും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കുടിച്ചിട്ടില്ല. വർഷങ്ങളായി ഞാൻ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പം എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും മദ്യപാനം മൂലം ബുദ്ധിമുട്ടുന്ന ഒരാൾ സഹായത്തിന് അഭ്യർത്ഥിച്ചാൽ ഞാൻ സഹായിക്കാൻ ബാധ്യസ്ഥനാണ്. എനിക്കതിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ല. ഞാൻ മറ്റെന്തെല്ലാം കാര്യങ്ങളിൽ ഒഴിവുകൾ പറഞ്ഞാലും ഇത് ജീവിതവും മരണവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതിനകത്ത് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഇത് സാധ്യമാകണമെങ്കിൽ മുടങ്ങാതെ ഞാൻ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം. ഞാൻ മീറ്റിങ്ങിന് പോകാതെ വേറെ എങ്ങനെ മീറ്റിങ്ങിന് കൊണ്ടുപോകുന്നത്? അപ്പം ഞാൻ മീറ്റിങ്ങുകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളായിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു മദ്യാസക്തനെ സഹായിക്കാനുള്ള ഏറ്റവും സുഗമവും എളുപ്പവുമായ മാർഗം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കിഡ്നി പോയവരുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിലുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ ഈ നാട്ടിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്, അതിൽ സംഘടനകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ കുടിച്ച് വഴി കിടക്കുന്നതിന് നോക്കാൻ ആരുമില്ല. അവനെ സഹായിക്കാൻ ആൽക്കഹോൾസ് അനോണിമസിലെ അംഗങ്ങൾ, മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ. കാരണം അവരെ ആരും തിരിഞ്ഞു നോക്കത്തില്ല. കാരണം മദ്യപാനാസക്തി രോഗമെന്ന് പറഞ്ഞാലൊന്നും നാട്ടുകാർക്ക് മനസ്സിലാവില്ല, കുടിക്കാത്തവർക്ക് അതൊട്ടും മനസ്സിലാകത്തില്ല. അപ്പം അതുകൊണ്ട് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്തരവാദിത്തമാണ്. എൻ്റെ തൊഴിലതാണ്, എൻ്റെ പണി അതാണ്. ഇപ്പം ചെരുപ്പൂത്തി അവസാനം വരെ ചെരുപ്പ് ഊതട്ടെ എന്നൊരു ഡയലോഗ് ബിഗ് ബുക്കിനകത്തുണ്ട്. അത് കേൾക്കുമ്പോൾ ചിലപ്പം നമുക്കൊരു ചെറിയൊരു ഇറിറ്റേഷൻ തോന്നും. ഈ ചെരുപ്പ് കൂത്തുന്നോ മരിക്കുന്നോടം വരെ ചെരുപ്പ് കൂത്തുവാണോ, അവന് വേറൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു സംശയം നമുക്ക് വരും. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്. നമ്മൾ മദ്യാസക്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ് ഡ്രിങ്കർ എന്ന് വേണമെങ്കിൽ പറയാം, മദ്യാസക്തി മാറി നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പേർട്ടുകളാണ്. എന്താണ്?
നമുക്കൊരു കാര്യത്തിൽ പ്രാഗൽഭ്യമുള്ളവരാണ്, നമ്മൾ കുടിച്ചവരാണ്, കുടിച്ച് മതിയായവരാണ്, മതിയാവോളം കുടിച്ചവരാണ്. എങ്ങനെയാണ് കുടിക്കാതിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരു മദ്യാസക്തനോട് പറയേണ്ടത് എന്താണെന്ന് നമുക്കറിയാം. മദ്യാസക്തനെ സഹായിക്കാൻ അറിയാം. ഒരു മദ്യാസക്തന്റെ വിശ്വാസം നേടിയെടുക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഡോക്ടർക്കും മറ്റേ പ്രവാചകനും ഒന്നും അത് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും മദ്യാസക്തി മൂലം ബുദ്ധിമുട്ടുന്ന ഏതൊരാൾക്കും ആൽക്കഹോൾസ് അനോണിമസിന്റെ ഈ ഒരു ജീവിത രീതി തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ ഒരവസരം ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ദൈവത്തെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കേണ്ടി വന്നു. കാരണം എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് കുടി നിർത്താൻ എനിക്ക് പറ്റാതെ പോയത് കൊണ്ട് എനിക്ക് മറ്റൊരു ശക്തിയിൽ വിശ്വസിക്കേണ്ടി വന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി ജോസഫ് മാഷെ. ഞങ്ങളോടൊപ്പം അങ്ങയുടെ സേവനവുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിൽ ഒരുപാട് നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് രാധാകൃഷ്ണൻ കട്ടപ്പനയാണ്. ആർക്കെങ്കിലും ജോസഫ് മാഷിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു മൈക്ക് തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. രാമേട്ടൻ സംസാരിക്കാനാണോ? ഓക്കെ 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 ഓക്കെ, നന്ദി. അപ്പം ഇനിയിപ്പോ നമ്മളോട് സംസാരിക്കുന്നത് രാധാകൃഷ്ണൻ കട്ടപ്പനയാണ്. ഏറെ സ്നേഹത്തോടെ രാധാകൃഷ്ണൻ ചേട്ടനെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാധാകൃഷ്ണൻ ചേട്ടാ, കേൾക്കാമോ? ഓക്കെ കേൾക്കാം. ഓക്കെ. പ്രിയമുള്ളവരും, മദ്യാസക്തനാണ്. എന്തോ അല്ല, തുടങ്ങാമെന്ന് പറഞ്ഞ ഇത്. രാധാകൃഷ്ണൻ ചേട്ടാ തുടങ്ങി. ഓക്കെ. ഒരു സെക്കൻഡേ. പ്രിയമുള്ളവരും, മദ്യാസക്തനാണ്. ദൈവാനുഗ്രഹത്താലും എന്ന അത്ഭുതകരമായ കൂട്ടായ്മയിലായതുകൊണ്ടും ഇന്നേ ദിവസം കുടിച്ചിട്ടില്ല. രാധാകൃഷ്ണൻ. ഹായ് രാധാകൃഷ്ണൻ ചേട്ടാ. ഹായ് 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 ഹായ്. കുറച്ച് നാളായി മീറ്റിങ്ങുകളിൽ കയറിയിട്ട്. ഞാൻ ഓൺലൈൻ മീറ്റിങ്ങുകൾ എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജോലി സ്ഥലത്താണെങ്കിലും ഈ ബ്ലൂടൂത്തൊക്കെ സെറ്റ് ചെയ്ത് മീറ്റിങ്ങുകൾ കേൾക്കാം, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള സാങ്കേതിക വിദ്യകളെല്ലാം ഉള്ളതുകൊണ്ട് ഓൺലൈൻ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും മീറ്റിങ്ങിലായിരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2016 ജനുവരി 26 ഞാൻ എയിലേക്ക് കയറി വരുന്നത്. അന്ന് അതിൻ്റെ തലേദിവസം കുടിച്ചാണ്, അന്ന് കുടിച്ചിട്ടില്ല. അപ്പോൾ എന്നും എല്ലാ ദിവസവും രാവിലെ മുതൽ ബീവറേജ് തുറക്കുന്ന സമയം മുതൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അന്ന് എന്തോ കുടിച്ചില്ല. പക്ഷെ ഉച്ച കഴിഞ്ഞ് കുടിക്കാനുള്ള പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. ഈ എയിൽ വരുന്നതിന് മുൻപ് ഒരു തുടർച്ചയായിട്ടുള്ളൊരു കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറി പണി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. എല്ലാ ദിവസവും തന്നെ കുടിക്കും. അതിൻ്റെ 2016 ജനുവരി 26 പുറകോട്ടൊരു 3 വർഷത്തോളം അടുപ്പിച്ച് എപ്പോൾ മദ്യം കിട്ടിയാലും അപ്പം കുടിക്കുന്ന ഒരു സ്റ്റേജിലായിരുന്നു. ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ 4 മണിക്ക് എഴുന്നേറ്റ് ജോലി ചെയ്യണം. അപ്പോൾ അവിടെ ടേബിളിൻ്റെ മുകളിൽ ഒരു ഫുള്ള് ഒരു 3/4 ഭാഗത്തോളമായിട്ട് ഇരിക്കുന്നുണ്ടാവും. അന്നേരം ഊറ്റി അടിക്കും, പണി തുടങ്ങും. അത് ഏത് സമയം അങ്ങനെയൊന്നുമില്ല, രാത്രിയെന്നോ പകലെന്നോ ഇല്ല, കുടിക്കാൻ ഏത് അവസരം കിട്ടിയാലും കുടിക്കും. ആദ്യകാലങ്ങളിൽ കുടിച്ചു തുടങ്ങിയ സമയത്ത് കിട്ടിയ ഒരു ഫീല് പിന്നീടൊന്നും കുടിച്ച സമയത്ത് കിട്ടിയിട്ടില്ല. പക്ഷെ ആദ്യകാലത്ത് ആ ഒരു ഫീൽ ഉള്ളിലുള്ളതുകൊണ്ട് അത് തന്നെയാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. എൻ്റെ കൂടെ കുടിക്കുന്നവരൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അവർ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് നിർത്തുന്നുണ്ട്. കുടിക്കാതിരിക്കാനായിട്ടുള്ള പരിപാടികൾ അവർ ചെയ്യുന്നു. അതായത് ഒരു 2 മാസം 3 മാസം കൂടി നിർത്തുന്നുണ്ട്. എനിക്ക് മാത്രം ഇതിന് പറ്റുന്നില്ലായിരുന്നു. ഞാൻ പലപ്പോഴും വിചാരിച്ചു എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന്. പക്ഷെ എൻ്റെ ഉള്ളിൽ കലശലായ ആഗ്രഹം മൂത്ത് തുടങ്ങി. കുടി നിർത്തണം എന്നുള്ള ആഗ്രഹം മൂത്ത് തുടങ്ങി. അതെന്തുകൊണ്ട് എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല. അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ നടക്കുന്ന ആളുകളെ കണ്ടിട്ടാണോ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കുടി നിർത്താൻ, എൻ്റെ കൂടെ കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് കുറച്ച് നാളത്തെ ഇടവേള കൊടുക്കാൻ കഴിയുന്നുണ്ട്. 4 മാസം 6 മാസം 1 വർഷമൊക്കെ.
എനിക്കതിന് കഴിയില്ലാത്തുള്ളത് കൊണ്ടാണോ, അതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷേ അവരെല്ലാം നിർത്തുന്നുണ്ട്. ഈ ആഗ്രഹം മൂത്ത് മൂത്ത് ഞാൻ പാലക്കാട് വീട്, തൊടുപുഴയിൽ നിന്ന് സ്കൂട്ടറിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ എവിടെയോ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേര് ഓർക്കുന്നില്ല, സ്പോട്ടും ഓർക്കുന്നില്ല. സ്കൂട്ടറിലിങ്ങനെ പിള്ളേരെയും കൂട്ടി അങ്ങ് പോകും വീട്ടിലേക്ക് പോകുന്ന സമയത്ത്. അപ്പം ഞാനിങ്ങനെ 2 തവണ അത് ഞാൻ ഓർത്തിട്ടുണ്ട്. ഇനിയൊരു ദിവസം ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി കിടന്ന് കള്ളുകൂടിയൻ എന്നുള്ള ആ പേര് മാറ്റി ഒരു നല്ലൊരു മനുഷ്യനായിട്ട് വരണമെന്ന് പല ദിവസങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോകാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എൻ്റെ പക്കലില്ല. എല്ലാ ദിവസവും പണിയുണ്ടെങ്കിലും എൻ്റെ കുടിയും തൊടുപുഴയിലുള്ള വാടകയും പിള്ളേരുടെ സ്കൂളിൽ പോക്ക്, ചെറിയ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വീട്ടു ചെലവ് കാര്യങ്ങളൊക്കെ ആയിട്ട് അഷ്ടിച്ചങ്ങ് കഴിഞ്ഞു പോകുന്ന. പക്ഷേ പണി എല്ലാ ദിവസവും ഉണ്ട്. ആവശ്യങ്ങൾക്ക് പൈസ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല പറയും. പക്ഷേ ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ ചെല്ലുന്നത് കുടിച്ചിട്ടാണ് ചെല്ലുന്നത്. പല ദിവസങ്ങളിലും പെണ്ണുമ്പിള്ളയായിട്ട് അതിൻ്റെ പേരിൽ വഴക്ക് പിടിച്ചിട്ടുണ്ട്. ഒരു കള്ളുകൂടിയൻ്റെ ഭർത്താവായിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വഴി നോക്കി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ മുമ്പിൽ വെച്ചിട്ടൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അവർക്ക് അറിയായിരുന്നു ഞാൻ ഒരു കള്ളുകൂടിയനാണെന്നുള്ള ഒരിത്. കാരണം പലപ്പോഴും വീട്ടിൽ വന്ന് ജോലി കഴിഞ്ഞ് 4 മണിക്കും 3 മണിക്കും ജോലി കഴിഞ്ഞാലും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ 8 മണി, 9 മണി, 10 മണി ഈ സമയമൊക്കെ ആവും. അന്നേരം ഒരു ടി വി ഉണ്ട്. അതിൻ്റെ മുമ്പിൽ ആ കട്ടിലിങ്ങനെ ഇരുന്ന് ടി വി കണ്ട് അങ്ങനെ പുറകോട്ട് ഓഫായി പോകുന്നൊരു സ്റ്റേജാണ്. അപ്പോൾ ഈ സ്മെല്ലൊക്കെ അടിച്ചു കഴിയുമ്പോൾ പിള്ളേർക്ക് അറിയും ഇത് വ്യത്യസ്തമായ സ്മെല്ല് അവർ ശ്വസിച്ചിട്ടില്ലാത്ത. കുട്ടികളോട് സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ടീച്ചർമാരൊക്കെ ചോദിക്കാറുണ്ട്, ആദ്യം LKG UKG ഒക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അവർ പിള്ളേരന്ന് വീട്ടിൽ വന്ന് പറയും ചെയ്യും, ഈ കട്ടൻ ചായ പോലുള്ള സാധനം വെള്ളമൊഴിച്ച് കുപ്പിക്കകത്ത് കൊണ്ടുവന്ന് കുടിക്കലുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അത്രേ. അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ അങ്ങനെ കഴിക്കുന്ന ഈ കട്ടൻ ചായ കുപ്പിക്കകത്ത് കൊണ്ടുവന്ന് കുടിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ അച്ഛൻ ഞാൻ കുടിക്കാത്തൊരു അച്ഛനാണെന്നൊക്കെ അന്ന് അവർ കുഞ്ഞുനാളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് അവർക്ക് അത്യാവശ്യം തിരിച്ചറിവൊക്കെ ആയി ഞാൻ AIയിൽ വരുന്ന സമയത്ത്. അങ്ങനെ ഞാനൊരു ദിവസം പൂസായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഹോട്ടലിൽ ഒരു നമ്പർ കണ്ട് മദ്യപാനം നിങ്ങൾക്കൊരു പ്രശ്നമാണെന്നുള്ള ആ ഒരു ഇത് വായിച്ച സമയത്ത് തന്നെ എനിക്കതൊരു പ്രശ്നമാണ്. ഞാൻ പല സമയങ്ങളിലും ആ ഹോട്ടലിൽ കയറി ചെന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് ഞാനൊരു ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട്, വേറൊന്നുമല്ല. ഞാൻ AI മീറ്റിങ്ങിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് എപ്പോഴാണെങ്കിലും മീറ്റിങ്ങിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മീറ്റിങ്ങിൽ പല പഴമക്കാരും പറഞ്ഞു കേട്ട ആ ഒരു വാചകങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരും. മീറ്റിങ്ങിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കണം എന്നുള്ളത്. പക്ഷേ അന്നേരം പറയുന്ന വേറെ കാര്യങ്ങളും കൂടി ഉണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും മീറ്റിങ്ങിൽ പറയാൻ പറ്റില്ല, അതിനൊരു സ്പോൺസറെ കണ്ടെത്തണം, അവരുമായിട്ട് സംസാരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ മിക്കപ്പോഴും തന്നെ, അല്ലെങ്കിൽ ഒരു 99% ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും മീറ്റിങ്ങിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നെ ഞാൻ വെട്ടിപ്പൊളിച്ച് ടേബിളിൽ വെക്കാറുണ്ട് മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത്. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരാൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ്, അയാൾ കുടിച്ചിട്ടാണ് വിളിച്ചത്. എനിക്കതിൽ അയാളോട് പരിഭവമൊന്നുമില്ല. കാരണം ഒരു മദ്യാസക്തനായ ഞാൻ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനുള്ള ഒരു തിരിച്ചറിവും കൂടി എനിക്ക് അതിനകത്ത് കിട്ടി. കാരണം ഞാനും കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മീറ്റിങ്ങിൽ കേട്ട കാര്യങ്ങൾ അയാളോട് തന്നെ പറഞ്ഞ് അതിനെക്കുറിച്ച് താറടിക്കുന്ന ഒരു പരിപാടി ഒരുപക്ഷെ ഞാനും ചെയ്തേക്കാം എന്നുള്ള ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ആ മനുഷ്യനെ, അല്ലെങ്കിൽ ആ രോഗിയായിട്ട് സൃഷ്ടിച്ചത് അതുകൊണ്ട് അയാളുടെ രീതി, അല്ലെങ്കിൽ അയാൾ ഒരു രോഗിയാണെന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ട് ഞാൻ അയാളോട് വേറെ രീതിയിൽ പ്രതികരിക്കാനൊന്നും പോയില്ല. പക്ഷേ അതിന്നും ചില തിരിച്ചറിവുകൾ മനസ്സിൽ അല്ലെങ്കിൽ മൈൻഡിൽ ഫീഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും പല ആളുകളുടെയും ഷെയറിങ്ങുകൾ, മീറ്റിങ്ങിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഷെയറിങ്ങുകളാണ് എന്നെ അടുത്തൊരു കുടിയിലേക്ക് പോകാതിരിക്കാനായിട്ട് എന്നെ സഹായിച്ചത്. ഇപ്പോൾ ജോസഫ് മാഷ് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് മുൻപരിചയമുള്ള ആരെയും ഞാൻ മീറ്റിങ്ങിൽ കണ്ടിട്ടില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു സത്യസന്ധതയുണ്ടെന്ന് എനിക്കൊരു
തോന്നൽ മീറ്റിങ്ങിൽ വന്നപ്പോൾ ഉണ്ടായെന്നുള്ളതാണ്. ഒരുപാട് പേരിന് ചേർത്ത് നിർത്തൽ, മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന പരിപാടി, അവിടെ കിട്ടുന്ന ഒരു സ്നേഹം, അത് എനിക്കതിന് മുൻപ് ഉള്ള ദിവസങ്ങളിലൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിൽ വരുന്നതിൻ്റെ തലേ ദിവസം വരെയും എനിക്ക് അത്തരമൊരു സ്നേഹത്തിൻ്റെ ഫീൽ ഞാൻ പുറത്തെവിടെയും അനുഭവിച്ചിട്ടില്ല. എൻ്റെ കുടുംബത്തിലാണെങ്കിൽ പോലും, അച്ഛനോടും അമ്മയോടും ആണെങ്കിൽ പോലും, അവരൊക്കെ ഒരു കൂലിപ്പണിക്ക് പോയി ജീവിച്ച് വളർന്ന് അവർ 5 മക്കളെ വളർത്തി വലുതാക്കിയതിൻ്റെ സാഹചര്യത്തിനിടയിൽ ഒരുപക്ഷെ എന്നെ ഒന്നും അതുപോലെ സ്നേഹിക്കാനോ ലാളിക്കാനോ ഉള്ള സമയം കിട്ടിക്കാണില്ലായിരിക്കും. പക്ഷെ മീറ്റിങ്ങിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എനിക്ക് കുറേയെല്ലാം അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ ആ തൊടുപുഴയിൽ നിന്ന് കട്ടപ്പനയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അവിടുന്ന് കരഞ്ഞിട്ടാണ് മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കാരണം ഇനി അതുപോലുള്ളൊരു ഫീല് ഉണ്ടാവില്ലല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ട്. പലപ്പോഴും എൻ്റെ കൂടെ എൻ്റെ അന്നത്തെ ഒരു പാർട്ട്ണറായിരുന്ന ആൾ റൂമിൽ കുപ്പിയൊക്കെ മേടിച്ച് വെച്ചിട്ട് എനിക്കത് പല സാഹചര്യങ്ങളിൽ എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ മീറ്റിങ്ങിൽ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എല്ലിൻ്റെ ഇടയ്ക്ക് കുത്തി എന്ന് പറഞ്ഞ പോലെ കുടി നിർത്തണം പറഞ്ഞ് ആഗ്രഹിച്ച് പല ദിവസങ്ങൾ തീരുമാനമെടുത്ത് പല ആളുകളോട് സത്യം ചെയ്ത് ഇനി ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞ് നടന്നിട്ട്, അല്ലെങ്കിൽ എൻ്റെ കുടി ഇന്നത്തോട് നിർത്തി എന്ന് പറഞ്ഞ് ഞാൻ സത്യം ചെയ്ത് ജോലി സ്ഥലത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട്, മുതലാളിയോട് ഒക്കെ സത്യം ചെയ്തിട്ട് ഇന്ന് അടുത്ത ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ എനിക്ക് ആ ഒരു പിടിച്ചു നിൽക്കൽ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ ഒരു 2-3 വർഷം 4 വർഷമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ കുന്തളിപ്പ് തുടങ്ങി, എല്ലിൻ്റെ ഇടയ്ക്ക് കയറാൻ തുടങ്ങി. ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നലുണ്ടായി, ഇത് എൻ്റെ എന്തോ ഒരു വിൽ പവർ കൊണ്ടാണ് ഞാൻ കുടി നിർത്തിയതെന്നുള്ള ഒരു ഉള്ളിൻ്റെ ഇടയിൽ ഒരു കിരികിരിപ്പൊക്കെ ഉള്ളിൽ ഇങ്ങനെ തോന്നി തുടങ്ങി. മദ്യാസക്തനായ അല്ലെങ്കിൽ മദ്യപാന രോഗിയായ ഞാൻ, കുടി നിർത്താൻ പറ്റാതെ പാടുപെട്ട ഞാൻ എയിൽ വന്ന് മീറ്റിങ്ങിലൂടെ നിരന്തരമായിട്ടുള്ള സഞ്ചാരം കൊണ്ട്, മറ്റുള്ള എക്കാരുടെ സഹായം കൊണ്ട്, ആ ഒരു വലിയ ശക്തിയുടെ സഹായം കൊണ്ടൊക്കെ കുടിക്കാതെ മീറ്റിങ്ങിലൂടെ സഞ്ചരിച്ച് പോയ ഞാൻ കുടിക്കണം എന്നുള്ള തോന്നലുണ്ടായി. പക്ഷേ അതിന് എനിക്ക് ഒരു ദിവസം ഒരാളുടെ ഷെയറിങ്ങിലൂടെ എനിക്ക് ഫീൽ ഉണ്ടായി. കാരണം അടുത്തൊരു ദിവസം ഞാൻ കുടിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടന്ന ഒരാൾ ഷെയർ ചെയ്യാണ് മീറ്റിങ്ങിൽ അയാൾ സ്ലിപ്പായി തിരിച്ച് മീറ്റിങ്ങിലേക്ക് കയറി വരാനായിട്ട് അയാൾ ഒരുപാട് പാടുപെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു തോന്നൽ ഇങ്ങനെയാണ്, ഒരു പക്ഷേ ഈ നിയന്ത്രിച്ച് കുടിക്കാമെന്നുള്ളൊരു തോന്നൽ കൊണ്ട് അടുത്തൊരു ദിവസം കുടിക്കാം, ഇനി പിടിവിട്ട് പോവുകയാണെങ്കിൽ മീറ്റിങ്ങിലേക്ക് വരാലോ എന്ന് പറഞ്ഞിട്ട് ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് അറിഞ്ഞിട്ടും എയിലൂടെ സഞ്ചരിച്ചിട്ടും അടുത്തൊരു സ്ലിപ്പിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് മീറ്റിങ്ങിലേക്ക് കയറി വരാൻ അയാൾ ഒരുപാട് പാടുപെട്ടെന്നാണ് പറഞ്ഞു. അതായത് കരഞ്ഞുപോയി, സകല ദൈവങ്ങളെയും വിളിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. എങ്ങനെയോ അദ്ദേഹം മീറ്റിങ്ങിൽ കയറി വന്നു. ഇന്നും അദ്ദേഹം മീറ്റിങ്ങിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പല ആളുകൾക്കും, എനിക്കറിയാവുന്ന ആളുകൾക്കെല്ലാം സന്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ എൻ്റേതായ ഒരു ഇതിൽ മീറ്റിങ്ങിൽ വന്നിട്ടില്ല. കൂടെ മീറ്റിങ്ങിൽ സഞ്ചരിച്ചിരുന്ന ഒരുപാട് പേര് അടുത്തൊരു കുടിയിലേക്ക് പോയി. ഒപ്പം മീറ്റിങ്ങിൽ വന്നുകൊണ്ടിരുന്ന ആളുകൾ അടുത്ത കുടിയിലേക്ക് പോയിട്ട് ഇന്ന് പലരെയും മീറ്റിങ്ങിൽ കാണാനില്ല. അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ കാണാത്ത ഒരുപാട് പേര് മീറ്റിംഗ് കൂടിയ ആളുകൾ ഇന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അടുത്തൊരു കുടിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ എയിൽ വന്നപ്പോൾ അല്ലെങ്കിൽ പഴമക്കാരായ ആളുകളുടെ പറഞ്ഞ് കേട്ട ആ ഒരു അറിവ്, അല്ലെങ്കിൽ ടോക്കൻ്റെ പുറകുവശത്ത് എഴുതിയൊരു വാചകമുണ്ട്, കുടിക്ക് മുമ്പ് ഒരാളെ കോണ്ടാക്ട് ചെയ്യാനുള്ളായിരുന്നു. അത് ഞാൻ പലപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് വരിഞ്ഞു മുറുകി പൊട്ടാറായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഏക്കാരുടെ ആരുടെയെങ്കിലുമൊക്കെ വിളി വന്ന് ചിലപ്പോൾ അത് ഡൈല്യൂട്ടായി പോകുന്നത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതോ ഒരു ശക്തിയുടെ ആ ഒരു പ്രവർത്തനം എന്നിൽ നടക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് കളമശ്ശേരിയിൽ ആദ്യമായിട്ട് പിള്ളേരെയും കൂട്ടി ജോലിക്ക് വരുന്നത്. കളമശ്ശേരിയിൽ വരുമ്പോൾ ഞാനൊരു ഓട്ടോറിക്ഷയിൽ കുറച്ച് സാധനമായിട്ടാണ് വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് കളമശ്ശേരിയിൽ വന്ന് താമസം തുടങ്ങുന്നത്. അന്ന് വൈഫുമായിട്ട് കള്ളു കുടിച്ച് വഴക്കുണ്ടാക്കി പുള്ളിക്കാരിക്കിട്ട് അടിച്ച്, ഒരിക്കലും അടിക്കരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജീവിതത്തിൽ ഈ പുള്ളിക്കാരിനെ കൂടെ കൂട്ടിയ സമയത്ത്. പക്ഷേ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ അടിച്ച് സൈസാക്കി. അതിലൊരു കേമത്തുള്ളതായിട്ട് പറയുന്നതല്ല, പക്ഷേ എൻ്റെ ആ മദ്യാസക്തനായ ഞാൻ ചെയ്ത ആ ഒരു പ്രവൃത്തി എനിക്ക്
ബോധം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യവും അമർഷമെല്ലാം ഉണ്ടായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവളെ അടിച്ച സമയത്ത് പുള്ളിക്കാരിയുടെ മൂത്രം നോൺ സ്റ്റോപ്പായി പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ള ജീവനെല്ലാം പോയി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി. എൻ്റെ ആ അടിച്ച കെട്ടെല്ലാം പറന്നുപോയി. കാരണം ഈ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള തോന്നലുകൾ അടിച്ച് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കടന്നുപോയി. ഇത്തരം സാഹചര്യങ്ങൾ പിന്നീട് ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നീട് അടിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാനും പുള്ളിക്കാരിയായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അന്ന് ഞാൻ കുടിക്കണം എന്ന് തീരുമാനിച്ചു. അന്ന് ഏക്കാരുടെ അല്ലെങ്കിൽ ഒപ്പം സഞ്ചരിച്ച പഴമക്കാരുടെ ആയ ആളുകളുടെ എല്ലാവരുടെയും സഹായം, ഒരുപാട് നാളത്തെ കൂട്ടിപ്പിടുത്തം, മനസ്സ് അല്ലെങ്കിൽ ഒരു വേറൊരു തലത്തിലേക്ക് പോകുന്നൊരു അവസ്ഥയായിരുന്നു എനിക്ക് അന്ന്. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മെൻ്റൽ കൺട്രോൾ കയ്യിൽ നിന്ന് പോകുന്നൊരു അവസ്ഥയായിരുന്നു. ഭ്രാന്തിലേക്ക് കിടക്കുന്ന ആ ഒരു സ്റ്റേജ്. പരസ്പര വിരുദ്ധമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെ സഞ്ചരിച്ചു പോയി മീറ്റിങ്ങിൽ വന്ന ഒരു വർഷം കഴിഞ്ഞപ്പോൾ. അന്നും എനിക്ക് സഹായത്തിനുണ്ടായിരുന്ന എൻ്റെ കൂടെ അല്ലെങ്കിൽ എന്നെ ഒരു മുൻപരിചയമില്ലാതെ ആ എയിൽ പോയി കണ്ട് പരിചയം വെച്ച് എന്നെ കൂടെ ചേർത്ത് പിടിച്ച ഒരുപാട് പേര്, അവരോടൊന്നും തീർത്താ തീരാത്ത നന്ദിയും കടപ്പാടും എനിക്ക് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉള്ളൊരു കാര്യമാണ്. അവിടുന്ന് ഒരു പ്രസ്ഥാനം തുടങ്ങണമെന്ന് പറഞ്ഞ് ഈ കട്ടപ്പനയിൽ വന്ന് ബോർമ വാടകയ്ക്കെടുത്ത് പ്രസ്ഥാനം തുടങ്ങി ഞാനൊരു സ്നേഹിതനുമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ജീവിതത്തിൻ്റെ പടിപടിയായിട്ട് ഓരോ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കുടിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ പ്രശ്നങ്ങൾ വരുന്ന സമയത്തല്ല, അതൊക്കെ മീറ്റിങ്ങിലൂടെ സഞ്ചരിച്ചപ്പോൾ ചില തിരിച്ചറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കുടിയൊന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ള തോന്നലുകൾ, ഇനി കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താവുന്നുള്ള. ഞാൻ ഒരിക്കൽ കുടിക്കാനായിട്ട് പോയപ്പോൾ എന്നോട് ശിവചേട്ടൻ പറഞ്ഞു, ഇനി കുടിച്ചു കഴിഞ്ഞാൽ നീ തോറ്റു പോകുമെന്ന് പറഞ്ഞു. ഇതെൻ്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ ഓരോരുത്തർ ശിവചേട്ടൻ ഇടയ്ക്ക് പറഞ്ഞ വേറൊരു ഡയലോഗാണ്, ഒരു ഫോണിന് വലിയ വെയിറ്റ് ഒന്നുമില്ല, കുപ്പിയേക്കാൾ വെയിറ്റ് കുറവാണ് ഫോൺ. അപ്പോൾ ആദ്യം ഉപയോഗിക്കേണ്ടത് ഫോണാണ്. ഫോൺ തെറാപ്പി പണ്ട് ജോസഫ് സാർ പണ്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഫോൺ തെറാപ്പി ഉപയോഗിക്കുന്നതിനെ പറ്റി. പിന്നീട് പല ആളുകളും അതിനെപ്പറ്റി പറയുന്നതായിട്ടുണ്ട്. അടുത്തൊരു കുടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഏക്കാരനെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഒരു ആള് നമ്മുടെ ഒരു സുഹൃത്ത് ഏക്കാരൻ ഇവിടെ വന്ന് ഞങ്ങൾ മിക്കപ്പോഴും തന്നെ മീറ്റ് ചെയ്യുന്നു. പിന്നീട് ഞാൻ കുറച്ച് തിരക്കുകളും പരിപാടിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പുള്ളീനെ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നു. ആ മനുഷ്യൻ വീണ്ടും സ്ലിപ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കതിൽ വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടായി. കാരണം എന്നെക്കൊണ്ടത് അയാളെ സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധമാണ്. പിന്നെ അത് ശരിയായി. ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഓർത്ത് ഞാൻ വറീഡാകേണ്ട കാര്യമില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി. കാരണം രക്ഷപ്പെടാനൊരു മാർഗവും കുടി നിർത്താൻ അല്ലെങ്കിൽ നിർത്തിയ കുടി എങ്ങനെ തുടരാതിരിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു മാർഗത്തെ പറ്റിയൊക്കെ എയിലൂടെ നിരന്തരമായി സഞ്ചരിക്കുകയാണെങ്കിൽ അല്പം ചെവിയോർത്ത് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു അർപ്പണ മനോഭാവത്തോടുള്ള മനസ്സോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ഏതൊരാൾക്കും എയിലൂടെ വന്നു കഴിഞ്ഞാൽ കുടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായിട്ടുണ്ട്. ഇതുപോലെ വേണമെങ്കിൽ മറ്റാർക്കും വേണമെങ്കിൽ അതുപോലെ കൈകാര്യം ചെയ്യാന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി. പലപ്പോഴും പിന്നീട് അദ്ദേഹം കുടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് അത്തരം വിഷമങ്ങൾ പിന്നീട് ഉണ്ടായില്ല. പക്ഷെ ആദ്യകാലങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ ഫുള്ള് ഒരു തിരക്കിലേക്ക് പോയൊരു ജീവിതം. എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുന്നതുകൊണ്ട് കുടിയെപ്പറ്റിയുള്ള ചിന്തകളൊന്നും ഇപ്പോൾ ഇല്ല. ഞങ്ങളുടെ പഴയ പ്രസ്ഥാനത്തിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു ബേക്കറി കൂടി എടുത്തു. അപ്പോൾ നിലവിലിപ്പോൾ 3 പ്രസ്ഥാനമുണ്ട്, 10 പണിക്കാരുമുണ്ട്. ഇതാണ് ആ പറഞ്ഞ തോൽവി അല്ലെങ്കിൽ തോറ്റുപോകുന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിട്ട്. അതായത് ജീവിതത്തിൽ വിജയിക്കാനായിട്ടുള്ളൊരു മാർഗം ആണെന്നുള്ളൊരു തിരിച്ചറിവ് മീറ്റിങ്ങിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിൽ മക്കളോട് അല്ലെങ്കിൽ ഭാര്യയോട് അല്ലെങ്കിൽ മറ്റു ആളുകളോട് എങ്ങനെ സംസാരിക്കണം, അവരുമായിട്ട് എങ്ങനെ ഇടപഴകണം എന്നുള്ള ആ ഒരു തോന്നലുകളൊക്കെ പലപ്പോഴും മീറ്റിങ്ങിൽ ഇരുന്ന സമയത്ത് ഉള്ളു തുറന്ന് തന്നെയാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഉള്ളു തുറന്ന് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട്. അത്
ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ബ്രേക്ക് കൊടുക്കുന്നതാണ് എൻ്റെ പറയണമെന്നുള്ള ആ ഒരു ഇതങ്ങ് പോകുന്നത്. ഹലോ ഹലോ രാധാകൃഷ്ണൻ ചേട്ടാ.